ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ വിചാരിക്കുമല്ലേ രാവിലെ തന്നെ എന്താണ് ഈ മുടിയൊക്കെ ചെയ്യും എനിക്ക്, ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മിനുക്കുപണിയാണ് കേട്ടോ. അപ്പോൾ നോക്ക്, ഈ നിൽക്കുന്ന ആളിനെയൊക്കെ രാവിലെ ഒന്ന് സ്കൂളിൽ വിടാനായിട്ട് ഒരുക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ്. ആൾ പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വഴിയെ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ കഥകൊക്കെ പൂട്ടി ബേബിയുമായിട്ടാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. ബേബി നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്നത്. രാവിലെ തിരക്കിട്ട ജോലിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. രാവിലത്തെ കാപ്പി, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും പൊരി എല്ലാം റെഡിയാക്കിയതാ. ഇതിനെയൊക്കെ ഒരുക്കി നിർത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ഈ നിപ്പ് നിൽക്കുന്നത്. ഈ ബേബി ഇട്ടിട്ട് വേണം ഈ ജോലികളെല്ലാം ചെയ്യാനായിട്ട്. ഇനിയിപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി, അതായത് ബേബിയും ഞാനും കൂടി ഹാർമോനെ സ്കൂൾ വണ്ടി വരും. അപ്പോൾ അതിന് കയറ്റി വിടാനായിട്ട് പോവുകയാണ്. ഈ ഒറ്റയടി പാതയിലൂടെ വേണം പോകാനായിട്ട്. സൈഡിൽ ആറായതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വിടാനൊക്കത്തില്ല. പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ബേബിയും കൂടെയാണ് ഹാർമോനിയം കൊണ്ട് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് വീടുകളൊക്കെ കണ്ടു, കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഒരു ആശ്വാസം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോകുമ്പോൾ ഉമ്മി ബേബിയെ കൂടെ കാണിക്കുന്നത് പറഞ്ഞു കേട്ടോ. അതാണ് കേട്ടോ ഈ പരിപാടി എന്ന് പറയുന്നത്. വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് നടങ്ങിയ സമയം കുറേ പോയി. അപ്പോഴേക്കും ഓട്ടോ വന്നു കേട്ടോ. ആറുമാൻ വളരെ ധൃതി പിടിച്ച് നടക്കുകയാണ്. അവൻ ഓടി തന്നെ ചെന്ന് ഓട്ടോയിൽ കയറുകയാണ് കേട്ടോ. പിന്നെ പിണക്കിൻ്റെ കാരണം എന്താണെന്ന് കയ്യിലോട്ട് നോക്കുമ്പോൾ അറിയാം. ആ കുട ഇല്ലാതെ കക്ഷി സ്കൂളിൽ പോവില്ല. ഓട്ടോ അങ്കിൾ അതാണ് കേട്ടോ ചോദിക്കുന്നത്. അങ്ങനെ പിണക്കത്തിന് ശേഷം ഹാർമോൻ സ്കൂളിലേക്ക് പോവുകയാണ്. അങ്കിൾ എന്നോട് അത് തന്നെ ചോദിക്കുകയാണ്, എന്തിനാണ് ഇവന് കുട കൊടുത്ത് വിടുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഹാർമോൻ സ്കൂളിലേക്ക് പോയി. ഇനിയിപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടമാണ് ഹാർമോനെ കാണുന്നിടം വരെ. എന്താണെന്ന് വെച്ചാൽ എല്ലാ അമ്മമാർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നിടം വരെ ഒരു വേവലാതിയാണ്. അവരെ കണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സമാധാനം വരുള്ളൂ. എൻ്റെ കുഞ്ഞ് നന്നായിട്ട് പഠിക്കട്ടെ, സ്കൂളിലേക്ക് അങ്ങനെ പോയിരിക്കുകയാണ്. ഇനിയും ഞാനും ബേബിയും ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ അങ്ങനെ വീഡിയോയിലോട്ട് എടുക്കുന്നത് നോക്കി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോൾ പാടേക്കും ബേബി ഉറങ്ങി കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, സി യു.